So, good evening, friends. Welcome you all on behalf of Elixir Mix Marketing. Actually, Elixir Mix, pure herbal supplement. Two ways we can promote it. One as a general wellness supplement. Number two, pure sexual wellness supplement. And the two category product promote cheyam. So almost India more than 12 years product market cheyunnundu. Mainly contains 12 ingredients. Finished product vannattu fine powder. Route of administration പറഞ്ഞാൽ കഴിക്കേണ്ട വിധം അണ്ടർ ദ ടങ് നാവിൻ്റെ അടി വെച്ച് കഴിക്കണം. സോ നാനോ ടെക്നോളജി 12 ഇൻഗ്രീഡിയൻസ്. ഇന്ന് നമുക്ക് സിക്നസ് വെൽനസ് ഇൻഡസ്ട്രി വളരെ കോംപ്ലിക്കേറ്റഡ് ഇൻഡസ്ട്രി. നമ്മൾ വി ആർ മെയിൻലി ഫോക്കസിങ് ഓൺ വെൽനസ്. ബട്ട് എലിക്സർ മിക്സ് എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിസീസിനും സപ്പോർട്ടും കിട്ടും. ബട്ട് അതിനേക്കാൾ ഇത് ഒരു ഹെൽത്തി പേഴ്സൺ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ, യൂസ് ചെയ്താൽ, കൺസ്യൂം ചെയ്താൽ വി ക്യാൻ പ്രിവെന്റ്, നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യാം. സോ ഒരു വാക്സിൻ്റെ എഫക്ട്, വാക്സിനേഷൻ ചെയ്താൽ എത്ര ബെനിഫിറ്റ് ഉണ്ടോ അതേപോലെ നമുക്ക് പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടും എലിക്സർ മിക്സിന്റെ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ അതാ. ഓക്കെ, ഇന്ന് റീസൺ ഫോർ ഇൽനെസ് ഒത്തിരി റീസൺ ഉണ്ട്. പുവർ സാനിറ്റേഷൻ, ഹൈജീൻ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ. എൻവിറോൺമെന്റൽ പൊല്യൂഷൻ പറയുമ്പോൾ വാട്ടർ, എയർ, സോയിൽ എല്ലാം പൊള്യൂട്ടഡാ. പിന്നെ ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. മാക്സിമം വേൾഡിൽ ഈ 5 ഫാക്ടേഴ്സിൽ ചിലപ്പം ചില കൺട്രി സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ നല്ലതായിരിക്കാം, പക്ഷെ ബാക്കിയുള്ള 4 ഫാക്ടേഴ്സും അവർ വീക്ക് ആയിരിക്കും. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്, ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ട്, ഓക്കെ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. ഈ ഫാക്ടേഴ്സാ ഇന്ന് ഡിസീസ്, അസുഖം വരാൻ കാരണം, മെയിൻ റീസൺസ്. ഓക്കെ, എസ്പെഷ്യലി ഇന്ത്യയിൽ നോക്കിയാൽ നമുക്ക് സാനിറ്റേഷൻ പുവർ, നമ്മുടെ സാനിറ്റേഷൻ ഹൈജീൻ കുറവാ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ മോർ ദാൻ 60% ഇന്ത്യൻ പോപ്പുലേഷൻ ഈ പ്രോബ്ലം ഉണ്ട്. എൻവിറോൺമെന്റൽ പൊല്യൂട്ടഡാ, ഓക്കെ, വാട്ടർ, എയർ എല്ലാം പൊല്യൂട്ടഡാ. നമുക്ക് ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഉണ്ട്, കാരണം എല്ലാ കൺട്രിയിലും ഉണ്ട്. കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ്, നമ്പർ 1. നമ്പർ 2, അതിന്റെ കൾട്ടിവേഷൻ പ്രോസസ്സ് ശരിയല്ല, കാരണം യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ആകട്ടെ, പെസ്റ്റിസൈഡ് ആകട്ടെ, എല്ലാം പോയ്സണസ്. പിന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കാരണം ഇന്ന് ലൈഫും ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്. മനുഷ്യന് വേഗം സമ്പാദിക്കണം, വേഗം സെറ്റിൽമെന്റ് ആകണം, ഇങ്ങനെ കുറെ ഡിമാൻഡ്സ് കൂടുതൽ. അപ്പൊ അതിന് മീറ്റ് ഔട്ട് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറെ പ്രോബ്ലം. ഇതൊക്കെ എന്തോ ഫൈനലി ഇറ്റ് അഫക്ട്സ് നമ്മുടെ ബോഡി. അത് അഫക്റ്റ് ആകുന്നതുകൊണ്ട് പല ഡിസീസ്, എസ്പെഷ്യലി സ്ട്രെസ് ആകട്ടെ, ആൻസൈറ്റി ആകട്ടെ, ഡയബറ്റീസ് ആകട്ടെ, ഓക്കെ, ഈവൻ അൾസർ, ഓക്കെ, ഇങ്ങനെ എല്ലാ ഇൽനെസ്സിനും വരാൻ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്ക് ഇപ്പം ഇന്നത്തെ സിനാരിയോട് ഈ ഞാൻ പറഞ്ഞ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആകട്ടെ, പൊല്യൂഷൻ ആകട്ടെ, ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി, ഇതെല്ലാം ഉണ്ടെങ്കിൽ പബ്ലിക്സിന് നമുക്ക് എല്ലാം ശരിയാക്കി ആൾക്കാരെ ഹെൽത്തി ആക്കാൻ പാടാം. പക്ഷെ വി ക്യാൻ മാനേജ് ടു സം എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഒരു 60 or 70% ഒരു ഹെൽത്തി ആരോഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ത്രൂ സപ്ലിമെന്റ്സ്. ഓക്കെ, എലിക്സർ മിക്സ് അതിന് നല്ല സപ്പോർട്ട് കിട്ടും. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 100% നേച്ചുറൽ സപ്ലിമെന്റ് ഇത്. ഓക്കെ, ഫ്രീ ഫ്രം കെമിക്കൽസ്. ഓക്കെ, ഷുഗർ ഇല്ല, നോ ഷുഗർ ആഡഡ്. ഓക്കെ, ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് ഇത് യൂസ് ചെയ്യാൻ, കഴിക്കാം, നോ പ്രോബ്ലം. പിന്നെ അതുമില്ല, അത് അൺവാണ്ടഡ് കെമിക്കൽസ് ഒന്നും ഇല്ല. ഓക്കെ, പ്രിസർവേറ്റീവ്സോ കളറിങ് ഏജൻറ്റ്സ്, അഡിറ്റീവ്സ്, ഇങ്ങനത്തെ. കാരണം ഫൈൻ പൗഡർ ആയതുകൊണ്ട് ഒത്തിരി കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, വിത്ത് മിനിമം ക്വാണ്ടിറ്റി ഓൺലി. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് കുറേ സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സ്റ്റെം സെൽസ് ഈസ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു സപ്ലിമെന്റ് പല ടൈപ്സ് ഓഫ്, പല ഫോംസിൽ വരും. ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾസ്, അല്ലേ, സിറപ്സ്, ഡ്രോപ്സ്, ഫൈൻ പൗഡർ, ഇങ്ങനെ പല ടൈപ്സിൽ വരും. ഓയിൻമെന്റ്സ്, ക്രീംസ്. അതിൽ ബെസ്റ്റ് ഈ ഫൈൻ പൗഡർ, അതും നാനോ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഫിൽട്രേഷൻ ടെക്നോളജി പ്രോസസ് ചെയ്ത പൗഡർ. അഡ്വാൻറ്റേജസ് കൂടുതൽ അതിൽ. എന്താന്ന് പറഞ്ഞാൽ തീരെ കുറച്ചെടുത്താൽ മതി. നമ്പർ 1, നമുക്ക് മാക്സിമം ഇഫക്റ്റ് കിട്ടും. എല്ലാ സപ്ലിമെന്റ്സും നമുക്ക് നാവിൻ്റെ അടി വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, യു കനോട്ട് ടേക്ക് സബ്ലിക്വലി. അതിന് ആ പ്രോസസ് കറക്റ്റ് ആയിരിക്കണം.
മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് അതുമല്ലാതെ മോളിക്കുലർ സൈസും കുറവായിരിക്കണം, എന്നാലേ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് പ്യൂറായിട്ട് ഇരിക്കണം, പ്യൂരിറ്റി. ഓക്കെ, ഫ്രീ ഫ്രം ബാക്ടീരിയൽ, വെളിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഓക്കെ കണ്ടാമിനേഷൻ ആകാൻ പാടില്ല. കാരണം നമ്മൾ ഓറൽ റൂട്ട് എടുക്കുവാണെങ്കിൽ സ്റ്റമക്കിൽ എന്തുമായിരിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സ്ട്രോങ് ആസിഡ്. ഓക്കെ, അതിൽ സപ്പോസ് ബാക്ടീരിയ വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രോയ് ആവും. സബ്ലിംഗൽ റൂട്ട് അങ്ങനെയല്ല, ഡയറക്റ്റ് പോകുന്നതുകൊണ്ട് പ്രോഡക്റ്റ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക്, അല്ലെങ്കിൽ പാടാം. ഓക്കെ, റൈറ്റ്. അപ്പം നമ്മൾ എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് പ്രിപ്പറേഷന് വേണ്ടി. ഓക്കെ, സോ കണ്ടാമിനേഷൻ ചാൻസസ് ഇല്ല, പ്യൂർ ഫോം, പിന്നെ സബ്ലിംഗൽ റൂട്ട്. അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി, യു വിൽ ഗെറ്റ് മാക്സിമം ഇഫക്റ്റ് വിത്തിൻ ഷോർട്ട് പീരീഡ്. ഓക്കെ, വേസ്റ്റേജ് വരത്തില്ല, ബയോ അവൈലബിലിറ്റി കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ ഇതിൽ 12 ഇൻഗ്രീഡിയൻസ്, ടിച്ചിലിയ കാറ്റിഗുവ, കോഡിസെപ്സ്, ഹോണി ഗോഡ് വീഡ്. നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഹോണി ഗോഡ് വീഡ്, ട്രൈബലസ് ടെറസ്ട്രീസ്, സ്റ്റെവിയ, ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെൽസ്, റെഡ് പീച്ച് സ്റ്റെം സെൽസ്, പംകിൻ സീഡ്, ബ്ലിഗിയ, പസിഫ്ലോറ, ജബുട്ടിക്കാബ, സാപ്പാമട്ടോ. ഈ 12 ഇൻഗ്രീഡിയൻസ് ആർ സോഴ്സ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഗ്ലോബ്. പല തരപ്പെട്ട കൺട്രീസിൽ നിന്ന്, പല ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പല ആൾട്ടിറ്റ്യൂഡ്സ്. ബിലോ സീ ലെവൽ ഉണ്ട്, സീ ലെവൽ ഉണ്ട്, അബോവ് സീ ലെവലും ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ 4 കോണ്ടിനെന്റ്സ് ഇതിന് നമുക്ക് വരുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻസ്. സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യൻ കൺട്രീസ്, ഏഷ്യയിൽ ഇന്ത്യ, ചൈന ഉണ്ട്, ദെൻ ആഫ്രിക്ക, ഓക്കെ, അമേരിക്ക, ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൽ നിന്നും സോഴ്സ് ചെയ്യുന്നുണ്ട്. ദി ബെസ്റ്റ് ആ പ്രദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ബെസ്റ്റ് ഹെർബ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്ന 2 ബെസ്റ്റ് ഹെർബ്സ്, ഒന്ന് ട്രൈബലസ് നെരിഞ്ഞിമുൾ, രണ്ടാമത് നീത്തി തുളസി അല്ലെങ്കിൽ മധുര തുളസി, സ്റ്റെവിയ. ചൈനയിൽ നിന്ന് റെഡ് പീച്ച് ഉണ്ട്, കോഡിസെപ്സ് ഉണ്ട്. ടിച്ചിലിയ കാറ്റിഗുവ ഫ്രം ബ്രസീൽ, ജബുട്ടിക്കാബ ഈസ് ഓൾസോ ഫ്രം ബ്ലാക്ക് ഗ്രേപ്പ്, ഈസ് ഓൾസോ ഫ്രം ബ്രസീൽ. പസിഫ്ലോറ, പാഷൻ ഫ്രൂട്ട് ഫ്ലവർ, ഈസ് ഫ്രം സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്കയിലുണ്ട്. ബ്ലിഗിയ ഈസ് ഫ്രം വെസ്റ്റ് ആഫ്രിക്ക, ലിച്ചി പോലത്തെ ഫ്രൂട്ട് അത്. പംകിൻ സീഡ്, ബഹാമസ് ഐലൻഡ്, സൗത്ത് അമേരിക്ക. സ്റ്റെവിയ ഫ്രം ഇന്ത്യ, ട്രൈബലസ് ടെറസ്ട്രീസ് ഇന്ത്യ, ഹണി ഗോഡ് വീഡ് ഈസ് ഓൾസോ ഫ്രം ചൈന. ഇങ്ങനെ പലതരപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇതില് നമ്മൾ ഹെർബ് ട്രിച്ചിലിയ കാറ്റിഗുവ എന്ന് പറഞ്ഞാൽ, ട്രിച്ചിലിയ കാറ്റിഗുവയിൽ കുറേ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, മെഡിസിനലി ആക്റ്റീവ് ആയിട്ട് കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ എല്ലാം എടുക്കുന്നില്ല, നമ്മൾ മെയിൻലി ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഇങ്ങനത്തെ പൊട്ടന്റ് ആയിട്ടിരിക്കുന്ന സബ്സ്റ്റൻസിനാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. മെയിൻലി കട്ടുബൈൻ പറഞ്ഞ ആൽക്കലോയിഡ്, ഫ്ലേവനോയിഡ്സ്, ഫ്ലേവലിഗ്നാൻ പറഞ്ഞ ഒരു സബ്സ്റ്റൻസ്. ഓക്കെ, ദെൻ പോളിഫിനോൾ ഡെറിവേറ്റീവ്സ്. ഇതൊക്കെ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി. ന്യൂറോ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ നരമ്പ്, ഓക്കെ, നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ്. പിന്നെ ആഫ്രോഡിസിയാക്, വിച്ച് വിൽ ഇൻക്രീസ് സെക്ഷുവൽ ഡിസയർ. ഇതിന്റെ ഈ പ്രോപ്പർട്ടീസ് ഇതിനൊക്കെ ഈ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ് ഒക്കെ കൂടുതൽ. ഓക്കെ, സോ ഇപ്പൊ ട്രിച്ചിലിയ കാറ്റിഗുവ എന്ന് പറഞ്ഞാൽ കട്ടുബൈൻ. പിന്നെ അതുപോലെ അമിനോ ആസിഡ്സ് ഉണ്ട്. കോഡിസെപ്പിൻ എന്ന ആൽക്കലോയിഡ്, കോഡിസെപ്പിൻ, ഫാറ്റി ആസിഡ്സ്, അതിന് കുറേ അമിനോ ആസിഡ്സ് ഉണ്ട്, ലൈസിൻ, ഗ്ലൂട്ടമിൻ, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് ഫൈനൽ കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം നോക്കി എന്താന്ന് പറഞ്ഞാൽ മെയിൻലി ആൽക്കലോയിഡ്സ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, അതുകൂടാതെ വിറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, മെയിൻലി അപ്പാർട്ട് ഫ്രം ഇത് ഇല്ലാതെ മെയിൻ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇരിക്കുന്ന കുറേ സപ്ലിമെന്റ്സ് ഇന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എല്ലാം പവർഫുൾ എലിക്സർ മിക്സാ. കാരണം എന്താന്ന് പറഞ്ഞാൽ മെയിൻലി സം ഹോർമോൺസ്, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. അത് ഒരു 5 ടൈപ്സ് ഓഫ് ഹോർമോൺസ് മെയിൻലി നമുക്ക് എലിക്സർ മിക്സ് സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സിന്തസൈസും നമുക്ക് എടുക്കുമ്പം എക്സ്ട്രാ ആയിട്ട് കിട്ടും. എന്താന്ന് പറഞ്ഞാൽ നമ്പർ 1 ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, മെയിൽ ഫീമെയിൽ ഹോർമോൺസ്. പിന്നെ സം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ, നോർ എഫിനെഫ്രിൻ, സെറോട്ടോണിൻ, പിന്നെ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. ഓക്കെ, ഇങ്ങനത്തെ കുറേ കെമിക്കൽസ്, നോർ അഡ്രിനലിൻ, ഇങ്ങനത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ബോഡിയിൽ റിലീസ് ആകും. അതാ എലിക്സർ മിക്സ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി പവർഫുൾ, വെരി പൊട്ടന്റ്. ഇതൊക്കെ പറയാൻ കാരണം ഇതാ, ഇറ്റ്സ് എ വെരി നെർവ്സ് സ്റ്റിമുലന്റ്. കാരണം ഈ ഹോർമോൺസിനെ മെയിൻ സ്റ്റിമുലേറ്റ്, ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് ഏജ് ആകുമ്പോൾ ആൾക്കാർക്ക് ഈ ഹോർമോൺസിന്റെ ലെവലൊക്കെ കുറയും. ഓക്കെ, ഇതിനെ ലവ് ഹോർമോൺസ് എന്ന് പറയും. അപ്പൊ ഇന്ന് സെക്ഷുവലി ആൾക്കാർ, അത് എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ വൈറസ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ കൊറോണ വാക്സിനേഷൻ എടുത്തതിന് ശേഷം,
മെയിൽസ് ആകട്ടെ ഫീമെയിൽസ് ആകട്ടെ അവർക്ക് സെക്ഷുവലായിട്ട് അതിൻ്റെ ആക്ടിവിറ്റി സെക്ഷുവൽ ഡിസയർ തീരെ ലെവൽ കുറഞ്ഞാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ സയൻസ്. കാരണം ഇത് നമുക്കറിയാമല്ലോ, വേൾഡിൽ പോപ്പുലേഷൻ കൂടി. ഓക്കെ, രണ്ടാമത് എല്ലാവരുടെയും ആയുസ് ലൈഫ് സ്പാനും കൂടി. അപ്പം ഗ്ലോബൽ വാർമിങ്ങും ഒരു സൈഡ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനെ ഡീപോപ്പുലേറ്റ് ചെയ്യാൻ വേറെ വഴിയില്ല. അതിന് വന്നതായി ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ, കൊറോണ ആകട്ടെ ചിക്കൻ ഗുനിയ ആകട്ടെ. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വൈറസ് വന്നു. ഇതെല്ലാം ഈ ഫാർമസ്യൂട്ടിക്കൽ മാഫിയ അവർ ചെയ്യുന്ന ഒരേ ടൈപ്പ് ഓഫ് ചതിയാത്. അപ്പോൾ ഡീപോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വൈറൽ ഇൻഫെക്ഷനാണ് മെയിൻലി കൊറോണ. അപ്പോൾ ഇത് വന്നതിന് ശേഷം ആൾക്കാർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കുറയും. ഓക്കെ, എല്ലാവരും ഇമ്പോർട്ടൻസി കൂടുന്നുണ്ട്. ആണുങ്ങൾക്കാകട്ടെ ഫീമെയിൽസിനാകട്ടെ ഇൻഫെർട്ടിലിറ്റി. ഇപ്പൊ ആണുങ്ങൾക്ക് ഇമ്പോർട്ടൻസി, ഫീമെയിൽസ് ആണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, ഇത് കൂടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മെയിൻലി ഈ കൊറോണ വാക്സിൻ. അതുമല്ലാതെ ഫുഡും ലൈഫ് സ്റ്റൈൽ, ഒത്തിരി ഹോർമോൺ ഇംബാലൻസ്, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഇതും കൊറോണ വാക്സിനേഷനും ഒരു റീസൺ ആണ്. ഓക്കെ, ഇനി വരുന്ന കാലങ്ങളിൽ നോക്കിയാൽ ഈ ഇൻഫെർട്ടിലിറ്റി കേസസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, എല്ലാ സിറ്റിയിലും ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽസിന്റെ ബിസിനസ് കൂടും, അതിന്റെ എണ്ണം കൂടും. ഓക്കെ, ഓർഡിനറി ഗൈനക്കോളജിസ്റ്റ് എല്ലാം ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് മാറുന്നതെന്ന്. ഓക്കെ, റൈറ്റ്. അപ്പം മെയിൻലി സെക്ഷുവൽ ആക്ടിവിറ്റി കുറയുന്നുണ്ട് ഇന്ന് ആൾക്കാർക്ക്. ആഫ്രോഡിസിയാക് സെക്ഷുവൽ ഡിസയർ കുറയുന്നുണ്ട്. ഓക്കെ, മെയിൻലി ഈ ഹോർമോൺസ് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി കൊണ്ട് ഇതിന്റെ സിന്തസിസ്, ഇതിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ എലക്ഷൻ മിക്സ് സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ലെവൽസ് ഒക്കെ കൂടും. ടെസ്റ്റോസ്റ്റെറോൺ ആകട്ടെ, കാരണം ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, ഈ രണ്ട് ഹോർമോൺ മെയിൻ ആണ്. വിച്ച് വിൽ ഡിറൈവ് ലസ്റ്റ്. ഓക്കെ, അടുത്തത് ഡോപ്പമിൻ, നോർ എഫിനെഫ്രിൻ, സെറോട്ടോണിൻ. ഇത് ലീഡ്സ് ടു അട്രാക്ഷൻ. അതുപോലെ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ ഹോർമോൺസ് എന്ന് പറയും, വിച്ച് വിൽ മീഡിയേറ്റ് അറ്റാച്ച്മെന്റ്. ഓക്കെ, ഇതെല്ലാം വേണം. അപ്പം നമ്മൾ ലവ് എന്ന് പറയുന്നത് സിമ്പിളാ, ഇറ്റ്സ് എ സിമ്പിൾ വേർഡ്. നമ്മൾ പറയും LOVE, ലവ്. പക്ഷെ അതിൽ 2-3 വിഷയം അതിൽ ഉണ്ട്. ഒന്ന് ലസ്റ്റ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് 3 ചേർന്നാലേ ലവ് പ്രോപ്പർ ആകത്തുള്ളൂ. അപ്പൊ ഇതിനൊക്കെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു ബോഡിയിൽ. അപ്പൊ അതിന് വേണ്ടി എന്തുവാ, ഈ ബോഡിയിൽ ഈ കെമിക്കൽ സിന്തസൈസ് ആകണം. ഇത് എവിടെ നിന്ന് വരും? നമ്മൾ പ്രോപ്പർ ഡയറ്റ് കഴിക്കണം, ഫുഡ് വേണം അന്ന്. പക്ഷെ ഇന്ന് ഈ ന്യൂട്രീഷൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ആകും. ടെസ്റ്റോസ്റ്റെറോൺ, ഈസ്ട്രജൻ, ഈ ഹോർമോൺസ് ആകട്ടെ, അപ്പം ലസ്റ്റ്, അട്രാക്ഷൻ, അറ്റാച്ച്മെന്റ് എല്ലാം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു കൻ ഹാവ് എ പ്രോപ്പർ സെക്ഷുവൽ ലൈഫ്, ഫാമിലി, യു കൻ ലീഡ് എ ഹാപ്പി ലൈഫ്. ഓക്കെ, മെയിൻലി അത് മാത്രമല്ല, ഇന്ന് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഫിയർ, ഇതൊക്കെ യങ്ങർ പോപ്പുലേഷനിൽ ഈ പ്രശ്നം കൂടുതലുണ്ട്. ഓക്കെ, യങ്ങർ പോപ്പുലേഷൻ പറയുമ്പോൾ ബിറ്റ്വീൻ 20 to 30 ഈ ഏജ് ഗ്രൂപ്പിലുള്ള പീപ്പിളിനെ നോക്കിയാൽ ഇന്ന് സ്ട്രെസ് കൂടുതലാണ്. കാരണം അവർക്ക് ഈ സെക്ഷുവൽ ആക്ടിവിറ്റി തീരെ ഇല്ല. അതുകൊണ്ടാണ്, ദാറ്റ്സ് എ റീസൺ. കാരണം സെക്ഷുവൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ആ സമയത്തിൽ ബോഡിയിൽ, ബ്രെയിനിൽ more than 40 types of chemicals are released. അപ്പൊ ഇതില്ലെങ്കിൽ ആ കെമിക്കൽസ് ഒക്കെ റിലീസ് ആകുന്നില്ല ബ്രെയിനിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ കോളേജ് ടൈം അല്ലെങ്കിൽ ഒരു ലവ് പ്രേമിക്കുന്ന ആ സമയത്തിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്, യു ക്യാൻ എക്സ്പീരിയൻസ്, ജസ്റ്റ് യു ക്യാൻ റിമെമ്പർ. എന്താന്ന് പറഞ്ഞാൽ ബോഡി ഒക്കെ ഒന്ന് ഹീറ്റ് ആകും, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ ഷൂട്ടപ്പ് ആകും. ഓക്കെ, നെർവസ്നെസ് ആകും. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ നോർമൽ സ്റ്റേറ്റ് അല്ല. യു എന്താ പറഞ്ഞാൽ യു ആർ എൻറ്ററിങ് ഇൻ ടു അനദർ സ്റ്റേറ്റ് കോൾഡ് യൂഫോറിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ നമ്മൾ ചെല്ലും. അത് എന്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് യുവർ എനർജി ലെവൽ വിൽ ബി മോർ ഹൈ എനർജി ആയിരിക്കും. റൈറ്റ്, ഈ സമയം ബ്രെയിനിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സം പാർട്ടില്ല ബ്രെയിനിന്റെ ഡീആക്ടിവേഷൻ ആകും. കാരണം ബ്രെയിനും നീഡ്സ് സം റെസ്റ്റ്. ഓക്കെ, ഫുള്ളി എൻഗേജ്ഡ് ആയി ഇരിക്കാനും പാടില്ല. ഓക്കെ, സം ടൈംസ് അതിനും ഒരു റെസ്റ്റ് വേണം, ഡീആക്ടിവേഷൻ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഈഫോറിയ സ്റ്റേജ് അതിന് മെയിൻ ചെല്ലണമെങ്കിൽ ബോഡിയിൽ നോർ അഡ്രിനലിൻ പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വേണം, അല്ലെങ്കിൽ ഇതും നടക്കത്തില്ല. കാരണം എലക്ഷൻ മിക്സിൽ നിന്ന് ഇത് കിട്ടും നമുക്ക്. ഓക്കെ, യു വിൽ കം ടു ദി യൂഫോറിയ സ്റ്റേറ്റ്. ആ സ്റ്റേജ് വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ബ്രെയിനിലിരിക്കുന്ന ബ്രെയിനിന്റെ ഫ്രണ്ടൽ കോർട്ടക്സ് ഇതില്ലേ, അതിന്റെ ആക്ടിവിറ്റി കുറയും. സി, ഐ എം ടോക്കിംഗ് ഓൺലി സയൻസ്. ഓക്കെ, പ്യൂർ സയൻസാണ് പറയുന്നത് ഞാൻ. അപ്പം ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ എന്തോന്ന് സംഭവിക്കുന്നത് അറിയാമോ? ഈ ഈഫോറിയ സ്റ്റേജ് വന്ന ആ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ ആക്ടിവിറ്റി കുറയും.
ഇത് മനുഷ്യന്റെ ശരീരത്തിൽ മന്ത്ലി ട്വൈസോ 3 ടൈംസോ 4 ടൈംസോ ഡിപ്പെൻസ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ, ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺസ് ഏജ്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നടക്കണം മന്ത്ലി. നടന്നില്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ, നടന്ന എന്തോ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇമോഷൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ പുറത്തു പോകും. ഓക്കെ, ഇറ്റ് വിൽ റെഡ്യൂസ് ദ നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തുവാ, നമ്മൾ ആൾക്കാരെ ന്യായം വിധിക്കത്തില്ല, കുറ്റം ഇവൻ ചെയ്തത് തെറ്റാ, അങ്ങനെ ആ മൈൻഡ് സെറ്റപ്പ് ഒക്കെ കുറയും നമുക്ക്. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റിമസി കൂടും, കമ്മിറ്റ്മെന്റ് കൂടും, നമ്മൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും, സെക്യൂർ ആയിട്ട്. ഓക്കെ, ഇതൊക്കെ നടക്കണം. അപ്പം ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ. ഇതില്ലാത്ത കൊണ്ട് നമുക്ക് ഇന്റിമസി ഇല്ല, നോ കമ്മിറ്റ്മെന്റ്, ഒരു ഇൻസെക്യൂർ ആയിട്ട് ആൾക്കാർ ഫീൽ ചെയ്യും. ഓക്കെ, ഫ്രണ്ടൽ കോർട്ടക്സ് ഇല്ല ബ്രെയിനിന്റെ ആ പോർഷൻ എപ്പോഴും എന്താ പറഞ്ഞ ആക്റ്റീവായിരിക്കും. അത് ആക്റ്റീവായിരിക്കും എന്താ പറഞ്ഞാൽ നെഗറ്റീവ് എമോഷൻസ് കൂടും. ഓക്കെ, ഇത് പ്രോബ്ലം. അപ്പം സെക്ഷുവൽ ആക്ടിവിറ്റി ഈസ് വെരി എസെൻഷ്യൽ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്തോ ഇറ്റ് ഈസ് നോട്ട് ഫോർ പ്ലഷർ, സന്തോഷത്തിന് മാത്രമല്ല, ഇറ്റ് ഈസ് ഫോർ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ എലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ ബോഡിയിൽ ചേഞ്ചസ് നടക്കുമ്പം ഓട്ടോമാറ്റിക് ബ്രെയിൻ കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ ഓക്കെ സ്ട്രെസ് ലെവൽ കുറയും. ഓക്കെ, BP കൺട്രോൾ ആകും. ഓക്കെ, ഓർഗൻസ് എല്ലാം എനർജറ്റിക് ആകും. ഓക്കെ, ബ്രെയിൻ കുറച്ച് ഫ്രീ ആകും. ഓക്കെ, അതുകൊണ്ട് ഹാപ്പിനെസ് കൂടാൻ ചാൻസസ്. അത് എലിക്സിർ മിക്സ് പറയുമ്പോൾ ചില ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ദ സയൻസ്, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ആക്ച്വലി കഴിക്കുമ്പോൾ. പക്ഷെ അവർ എന്താ പറയുക, സാർ സൂപ്പർ ആയിരുന്നു, ഒരു പോസിറ്റീവ് ഫീലിംഗ്. ഓക്കെ, സോ യു വിൽ ബിക്കം എനർജറ്റിക്. അതാ മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം ഇത് മാത്രമല്ല, നോട്ട് ഓൺലി സെക്ഷൽ ഫങ്ഷൻസ്, ഇത് മാത്രമല്ല, ഇത് അതുമല്ലാതെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിലും ഉണ്ട്. സ്റ്റെം സെൽസ് എല്ലാം ആക്റ്റീവ് ആവും. ഓക്കെ, സ്റ്റെം സെൽസ് എല്ലാം ആക്റ്റീവ് ആവും. സ്റ്റെം സെൽസ് ആക്റ്റീവ് ആയാൽ അത് വന്നിട്ട് എന്താ മെയിൻ ബെനിഫിറ്റ്, ദേ ക്യാൻ റിപ്പയർ. ഓക്കെ, ബോഡിയിൽ ഇറ്റ് ക്യാൻ റിപ്പയർ. നിങ്ങൾക്ക് മാക്സിമം ബോഡിയിൽ എഫക്റ്റ് വേണമെങ്കിൽ യു ഹാവ് ടു ഫിനിഷ് യുവർ ഡിന്നർ ബൈ 7 PM. രാത്രി 7 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. ഓക്കെ, കാരണം പണ്ടൊക്കെ പഴയ കാലങ്ങളിൽ നോക്കിയാൽ ആഫ്റ്റർ സൺസെറ്റ് ആൾക്കാർ ആരും ഭക്ഷണം കഴിക്കത്തില്ല. ഇന്ന് ഈ ഇലക്ട്രിസിറ്റി വന്ന പിന്നെ ഈ പ്രോബ്ലംസ് എല്ലാം വന്ന കാരണം മനുഷ്യന് ഏതാ പകല് ഏതാ രാത്രിയും തിരിച്ചറിയാതെ പോയി. ഓക്കെ, ദാറ്റ്സ് എ മെയിൻ റീസൺ. അടുത്തത് 7 PM നിങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഈ പൗഡർ എലിക്ഷൻ മിക്സ് എടുക്കണം. വിത്തിൻ ആഫ്റ്റർ 1 hour 8 മണിക്ക് എടുത്ത് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് അതുവരെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 9 o'clock വരെ ഓക്കെ ഫാസ്റ്റിംഗ് ഇരുന്നാൽ ഓൾമോസ്റ്റ് 12 hours. ഓക്കെ, മോർ ദാൻ 12 hours ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ബോഡി ഓട്ടോഫേജി മോഡ് അതിൽ പോകും. ഓട്ടോഫേജി മോഡ് പോകുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് മോർ ദാൻ 10 hours റെസ്റ്റ് കൊടുത്താൽ എന്താണെന്നറിയോ, ബോഡിയിൽ സം ഗുഡ് വർക്ക് നടക്കും. എന്താന്ന് പറഞ്ഞാൽ ബ്രെയിൻ പറയും ഓക്കെ ഇവൻ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ എന്തുവാ ഒന്നും കഴിക്കുന്നില്ല, സോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആകട്ടെ ഓക്കെ എല്ലാവർക്കും വർക്ക് ഇല്ല, ഫ്രീ ആയിരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താ, നമുക്ക് സമയം ഫ്രീ ആയി ഉള്ളതുകൊണ്ട് വി വിൽ ഡു, നമ്മൾക്ക് റെസ്റ്റ് എടുക്കണ്ട, വി വിൽ ഡു സം വർക്ക്. ബ്രെയിൻ പറയും എന്താ വർക്ക് എന്ന് പറയാം, ഓട്ടോഫേജി മോഡിൽ പോയാൽ ഹീലിംഗ് പ്രോസസ് തുടങ്ങും. ഓക്കെ, ഹീലിംഗ് പ്രോസസ്, ബോഡിയിൽ എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ ബോഡിയിൽ എവിടെയൊക്കെ റിപ്പയർസ് നടന്നിട്ടുണ്ട്, അതിന്റെ റിപ്പയറിംഗ് വർക്ക് തുടങ്ങും. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ റെസ്റ്റ് കൊടുക്കാതെ 24 hours കണ്ടിന്യൂസ് കുടിച്ചോണ്ട് ഇരുന്നാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ട് മാറും. ഒരു മിനിമം 12 hours എലിക്ഷൻ മിക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 1 week നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. 12 hours രാത്രി 7 മണിക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു 9 o'clock ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നോക്കും. ഓൾമോസ്റ്റ് മോർ ദാൻ 14 hours ഗ്യാപ്പ് വരും. വെള്ളം മാത്രം കുടിക്കാം ഈ 14 hours ഗ്യാപ്പിൽ. ഓക്കെ, നോ ജ്യൂസ്, നോ സൂപ്സ്, ഓൺലി പ്ലെയിൻ വാട്ടർ യു കൺ ഡ്രിങ്ക്. ലൂക്ക് വാം, ഇളം ചൂടുള്ള വെള്ളം മാത്രം കുടിക്കാം. കോഫി, ടീ നോ ഗ്രീൻ ടീ, നോ നത്തിങ്, ഓൺലി പ്ലെയിൻ വാട്ടർ എടുത്ത് നോക്ക്. ജസ്റ്റ് ഒരു 10 days യു ട്രൈ, വിൽ ബിക്കം ഹെൽത്തി. ഷുഗർ കൺട്രോൾ വരും, പ്രഷർ കൺട്രോൾ വരും, സ്ട്രെസ് ലെവൽ കൺട്രോൾ വരും. ഓക്കെ, അൺവാണ്ടഡ് ബോഡി ഒബീസിറ്റി ആണെങ്കിൽ പോയിക്കോളാം. ഓക്കെ, റൈറ്റ്. നമ്പർ 2, ഇത് കണ്ടിന്യൂസ് എടുക്കും എലിക്ഷൻ മിക്സ്. സ്റ്റെം സെൽസ് ആക്റ്റീവ് മാത്രമല്ല, നമ്പർ 2 ടോക്സിൻസ് ക്ലിയർ ആകും. ഓക്കെ, ഫ്രം എൻറ്റയർ സിസ്റ്റം, GI ട്രാക്ട് മാത്രമല്ല, ഈവൻ ഫ്രം നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ബോഡിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റം ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം, നെർവസ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റം. കാരണം ഇത് രണ്ടും ട്വിൻ ബ്രദേഴ്സ് പോലെ, ഒന്ന് അങ്ങനെ അലൈൻമെന്റ്, അങ്ങനെ ഒന്ന് ക്ലോസ്ലി റിലേറ്റഡ്, ഈ സർക്കുലേറ്ററിയും നെർവസ് സിസ്റ്റം. ഓക്കെ, ഇത് ബോഡിയിൽ ഓൾമോസ്റ്റ് വിച്ച് ട്രാവൽസ് 1,61,000 kilometer ലെങ്ത്, 1,61,000 kilometer ലെങ്ത് ഉണ്ട് ഇതിന്റെ.
അത്തരം ദൂരം ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഒരു ഹാർട്ട് ബീറ്റിൽ എത്ര ലിറ്റർ ബ്ലഡ് പമ്പ് ഔട്ട് ആകുന്നുണ്ട് അല്ലേ? എത്ര ഡിസ്റ്റൻസ് കവർ ആകും? 60,000 കിലോമീറ്റർ മേളിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. അപ്പൊ ഈ സിസ്റ്റം കംപ്ലീറ്റ് ഇതിന് ക്ലീനിങ് നടക്കണം, ഇതിന് എനർജി വേണം, ഇതിന് ന്യൂട്രീഷ്യൻസ് എല്ലാം വേണം. ഓക്കെ, അപ്പം എലിക്സർ മിക്സ് എടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഈ റൂട്ടിലൊക്കെ ടോക്സിൻസ് കാണാം. ഓക്കെ, ടോക്സിൻസ് എങ്ങനെയാ? മെറ്റബോളിക് വേസ്റ്റ് അത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, കുടിക്കുന്ന വെള്ളം, ഓക്കെ, ഇൻഹേൽ ചെയ്യുന്ന കാറ്റ്, ഇത് മൂലം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ബോഡിയിൽ മെറ്റബോളിക്സ് വേസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പം അത് ആ ടോക്സിൻ ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ആകുന്നത്. അപ്പൊ ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ബോഡിയിൽ നിന്ന്. ഇറ്റ് ഹാസ് ടു ബി എക്സ്ക്രീറ്റഡ് സിസ്റ്റം ഫ്രം ദ സിസ്റ്റം. ഡെയിലി ബേസിസിൽ ഇത് പുറത്ത് വന്നുകൊണ്ടിരിക്കണം, വന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, സോ അപ്പം എലിക്സർ മിക്സ് എടുത്ത ടോക്സിൻസ് ഡീടോക്സിഫിക്കേഷൻ കംപ്ലീറ്റ്ലി എല്ലാ സിസ്റ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് വെളി വരും. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കുറച്ച് വെള്ളം, യു ഹാവ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ടേക്ക് 1.5 ലിറ്റേഴ്സ് ഓർ 2 ലിറ്റേഴ്സ്. അത് ഒത്തിരി നാളല്ല, ജസ്റ്റ് ഇനീഷ്യലി ഒരു 10 days. പിന്നെ നിങ്ങൾക്ക് 11th day മുതൽ എന്താന്ന് പറഞ്ഞാൽ വെള്ളം ദാഹം ഉണ്ടെങ്കിൽ, യു ഫീൽ തേഴ്സ്റ്റി, ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് കുടിക്കേണ്ട ആവശ്യം. ഫസ്റ്റ് ഒരു 10 days മാത്രമേ യു ഹാവ് തേഴ്സ്റ്റ് ഓർ നോട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം ഫോർസിബിളി. ഓക്കെ, അപ്പം വെള്ളം കൂടുതൽ കുടിക്കുമ്പം ഈ ഡീടോക്സിഫിക്കേഷൻ നടക്കും. അപ്പം കംപ്ലീറ്റ് ടോക്സിൻസ് കംപ്ലീറ്റ് പോകും. ഓക്കെ, തേർഡ് ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ഇംപ്രൂവ് ബ്ലഡ് ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകും. എവിടെ? എല്ലാ ഭാഗങ്ങളും ഫ്രം ഹെഡ് ടു ടോ. ഓക്കെ, യുവർ സർക്കുലേഷൻ ഇംപ്രൂവ് ആകും, ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ്. കാരണം ഇതിൽ മെയിൻ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒന്നും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ L-arginine പറഞ്ഞ ഒരു സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഈ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്തോ ബോഡിയിൽ ചെന്നിട്ട് നൈട്രിക് ഓക്സിജൻ റിലീസ് ആകും. നൈട്രിക് ഓക്സൈഡ് റിലീസ് ആയി എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിച്വൽ ഡൈലേറ്റ്സ് ബ്ലഡ് വെസൽസിനെ, ഈ ബ്ലഡ് വെസൽ അതിനെ ഡൈലേറ്റ് ചെയ്യും. ഡൈലേറ്റ് എന്ന് പറഞ്ഞാൽ വലുതാകും. ഓക്കെ, സോ ദാറ്റ് ബ്ലഡ് ഫ്ലോ ഫ്രീ ആയിട്ട് ഫ്ലോ ആകും. ഇവിടെ ഫ്രം ഹെഡ് ടു ടോ, കാല് മുതൽ തല വരെ ഈ ബ്ലഡ് ഫ്ലോ സൂപ്പർ ആയിരിക്കും. ബ്ലഡ് ഫ്ലോ കറക്റ്റായി എന്തുവാ, എല്ലാ സെൽസും എല്ലാ ടിഷ്യൂ ഗെറ്റ്സ് ഇനഫ് ഓക്സിജൻ, ഇനഫ് ന്യൂട്രിയൻസ് അല്ലേ? എല്ലാത്തിനും ഓക്സിജൻ കിട്ടും, എല്ലാ ന്യൂട്രീഷൻ. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കറക്റ്റ് ആയിരിക്കും. കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകും, ഓക്സിജൻ ഉള്ളിൽ വരും. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കറക്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, സോ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. സർക്കുലേഷൻ ഇല്ലെങ്കിൽ പാടാം. ഓക്കെ, അപ്പൊ ഇന്ന് ഓവർ കോൺസ്റ്റിപ്പേഷൻ ഓക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദാറ്റ് ഷോസ് പുവർ സർക്കുലേഷൻ. ചില ആൾക്കാർ കാല് ഒത്തിരി സ്വെല്ലിങ് കാണും. ഓക്കെ, ദാറ്റ് ഷോസ് പുവർ സർക്കുലേഷൻ. മൈഗ്രെയിൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, ഓക്കെ, മെന്റലി ഡിസ്റ്റർബൻസ്, അതായത് ദാറ്റ് ഷോസ് പുവർ സർക്കുലേഷൻ. ഓക്കെ, അപ്പം സർക്കുലേഷൻ ഇംപ്രൂവ് ആകും. നമ്പർ 4, ഹോർമോൺസ് ഇംബാലൻസ്. ഓക്കെ, ഹോർമോൺസും ഒരു ഏജ് ആകുമ്പോൾ 30, 40, 45, 50 ഒക്കെ ആകുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എലിക്സർ മിക്സ് എടുക്കുമ്പോൾ കുറഞ്ഞ ഹോർമോൺസ് ഒക്കെ അതിന്റെ ലെവൽ ബൂസ്റ്റപ്പ് ആകും. ഓക്കെ, ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയ സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ്. ഓക്കെ, ബോഡിയിലിരിക്കുന്ന ഓരോ സാധാരണ ബേസിക് ഫംഗ്ഷനും നടക്കാൻ ഹോർമോൺസിന്റെ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, അപ്പോൾ ഹോർമോൺസ് ആർ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹോർമോൺസും ബൂസ്റ്റപ്പ് ചെയ്ത് ഹോർമോൺ ഇംബാലൻസിന് ശരിയാകും. ഫൈനലി ബ്ലഡ് pH, ആൽക്കലൈൻ pH മെയിൻറ്റെയിൻ ആകും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബ്ലഡ് പ്യൂരിഫൈ ആണ്. എല്ലാവരും പറയുമല്ലോ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അത് വേറെ ഒന്നുമില്ല, ടോക്സിൻസും അതിന്റെ ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ആകുമ്പോൾ നമുക്ക് ആന്റി ഇമ്മ്യൂണിറ്റി സൂപ്പർ ആയിരിക്കും, ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ നല്ലതായിരിക്കും. കാരണം ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ, ആന്റി പ്രോട്ടോസോവൽ അതിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ആകും. ഓക്കെ, സോ ദീസ് ആർ ദ 5 ഫംഗ്ഷൻ. എലിക്സർ മിക്സ് നമ്മൾ കഴിക്കുമ്പോൾ ബോഡിയിൽ ഈ 5 ഫംഗ്ഷൻസ് ആണ് മെയിൻലി നടക്കുന്നത്. ഓക്കെ, സോ ഇത് നടക്കുന്നത് കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താ, നമുക്ക് ഹെയർ ഗ്രോത്ത്, യു വിൽ ഗെറ്റ് പ്രോപ്പർ ഹെയർ ഗ്രോത്ത്, ഐ സൈറ്റ് ഇംപ്രൂവ് ആകും. ഓക്കെ, നോസ്ട്രിൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ആകും, വെർട്ടിഗോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ശരിയായിക്കോളും, ഇയർ ഫംഗ്ഷൻസ് ഇംപ്രൂവ് ആയിക്കോളും. ഓക്കെ, ത്രോട്ട് ഫംഗ്ഷൻസ് ഇംപ്രൂവ് ആകും. ഓക്കെ, ആ സൈഡ് ENT, ഇയർ നോസ് ത്രോട്ട് ഒക്കെ പറയുന്നത് അത് ആ ഏരിയ ഒക്കെ ഒന്ന് ഹെൽത്തി ആകും. ഓക്കെ, ലങ് ഫംഗ്ഷൻസ് ഇംപ്രൂവ് ആകും. ഓക്കെ, ബ്രെയിൻ അതിന്റെ ഫംഗ്ഷൻസ് ഇംപ്രൂവ്, ബ്രെയിനിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അവിടെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ എന്തുവാ, സ്ട്രോക്ക് വരാൻ ചാൻസസ് ഉണ്ട് ഇല്ലേ? സ്ട്രോക്ക് വന്നാൽ പാരലൈസിസ് ആകും. അപ്പം അത് നമുക്ക് എലിക്സർ മിക്സ് കണ്ടിന്യൂസ് എടുത്ത് എന്തുവാ, മൈന്യൂട്ട് ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, സ്ട്രോക്ക് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അടുത്തത് ഹാർട്ട് ഫംഗ്ഷൻസ് ഇംപ്രൂവ് ആകും. ഓക്കെ, അവിടെയും ബ്ലഡിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അറ്റാക്ക് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ? സോ കൊളസ്ട്രോൾ ലെവലും ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, എലിക്സർ മിക്സ് HDL ലെവൽ ഇംപ്രൂവ് ആകും. HDL ലെവൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ. HDL കൂടിയാൽ ഓട്ടോമാറ്റിക്കൽ ബാഡ് കൊളസ്ട്രോളിന്റെ എണ്ണം കുറയും, LDL. ഓക്കെ, അതുമല്ലാതെ എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ നമ്മുടെ ഈ പംകിൻ സീഡ് എക്സ്ട്രാക്ട്,
ഓക്കെ. അതിലൊക്കെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഈ LDL ഒക്കെ പോയി ബ്ലഡിൽ ഉണ്ടെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, അതിനെ ക്യാപ്ചർ ചെയ്ത് ലിവറിൽ കൊണ്ടുവന്ന് ഡീകമ്പോസ് ചെയ്ത് വെളിയിൽ പുറത്താക്കും. ഓക്കെ. LDL കുറയുമ്പോൾ ഓട്ടോമാറ്റിക് HDL ഇമ്പ്രൂവ് ആകും. ഓക്കെ. പിന്നെ ട്രൈഗ്ലിസറൈഡ് ലെവലും കുറയും. ഓക്കെ. ഈ TGയും LDLും വളരെ ഡേഞ്ചറസ്. ഓക്കെ. അറ്റാക്സ് വരാൻ ചാൻസസ് കൂടുതൽ ഈ കാരണങ്ങളാണ്. ഓക്കെ. റൈറ്റ്. അപ്പം നമുക്ക് ഹാർട്ട് ഫങ്ഷൻസും ഇമ്പ്രൂവ് ആകും, ലങ് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ആകും, ഡൈജസ്റ്റീവ് ട്രാക്ക് ക്ലിയർ ആകും. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ലിവർ ഫംഗ്ഷൻ, പാൻക്രിയാസ് ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആയാൽ ഷുഗർ കൺട്രോൾ വരും, ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും. ഓക്കെ. പാൻക്രിയാസ് ക്ലിയർ ആയി ഓട്ടോമാറ്റിക് എന്താ അതിൽ മെയിൻ പാർട്ട് ബീറ്റാ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയും. അവിടെ നിന്നാണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആയി വരുന്നത്. ഇൻസുലിൻ ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺ. ഓക്കെ. അപ്പം ഇൻസുലിൻ ഹോർമോൺ. അപ്പം ഡയബറ്റീസ് ഓൾസോ എ ഹോർമോണൽ ഡിസോർഡർ. മനസ്സിലായി? ഇറ്റ്സ് നോട്ട് എ ഡിസീസ്, ഇറ്റ്സ് എ ഡിസോർഡർ. ഡിസീസിനും ഡിസോർഡറിനും വ്യത്യാസമുണ്ട്. ഓക്കെ. സോ ഇറ്റ്സ് എ ഹോർമോണൽ ഡിസോർഡർ. അപ്പം പാൻക്രിയാസ് ക്ലിയർ ആകുമ്പോൾ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകും. പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ എന്തുവാ? ഇറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് ഗുഡ് അമൗണ്ട് ഓഫ് ഇൻസുലിൻ. ഇല്ലേ? ഇപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, പാൻക്രിയാസ് ഇൻസുലിൻ മാത്രമല്ല, ഇറ്റ് പ്രൊഡ്യൂസ് അനദർ ഹോർമോൺ കോൾഡ് ഗ്ലൂക്കോഗൺ. അതും വേണം ബോഡിക്ക്, ഗ്ലൂക്കോഗണും വേണം. ഓക്കെ. ഗ്ലൂക്കോഗൺ ഹോർമോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തുവാ? വിച്ച് വിൽ ഇൻക്രീസ് ദ ഷുഗർ ലെവൽ. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്തുവാ? വിച്ച് വിൽ ഡിക്രീസ് ദ ഷുഗർ ലെവൽ. അപ്പം ബോഡിക്ക് ചിലപ്പം പെട്ടെന്ന് നമുക്ക് ഷുഗർ കൂടുതൽ വേണം. അപ്പം ഗ്ലൂക്കോഗൺ ഹോർമോൺ വേണം. ഓക്കെ. സമയത്ത് ഷുഗറിന്റെ ലെവൽ കുറഞ്ഞാൽ മതി, കൂടുതലിന്റെ ആവശ്യമില്ല. അപ്പം എല്ലാം ബാലൻസ് ആയിരിക്കണം. ഈ ബാലൻസ് തെറ്റിയാലേ പ്രോബ്ലം വരും. അപ്പം ഇൻസുലിൻ പ്രൊഡക്ഷൻ മാത്രമല്ല, ഗ്ലൂക്കോഗണും കൺട്രോൾ ആകും. ഓക്കെ. ആദ്യമായിരിക്കും ചില ആൾക്കാർ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. എല്ലാം നമ്മൾ ഇൻസുലിൻ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഗ്ലൂക്കോഗൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. ഓക്കെ. ദാറ്റ് വിൽ ഇൻക്രീസ് ബ്ലഡ് ഷുഗർ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചോ, പെട്ടെന്ന് നമ്മൾ പോകേണ്ട ആ ട്രെയിൻ വന്നാൽ നമുക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രെയിനും ട്രാക്ക് എന്തുവാ പറയുന്നത്, ഒരു 500 meters ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് എന്തുവാ വേഗം ഓടണം ഇല്ലേ? അപ്പം നമുക്ക് ആ സമയത്ത് എന്തുവാ, വി നീഡ് മോർ ഗ്ലൂക്കോസ്, മോർ എനർജി വേണം നമുക്ക്. അപ്പൊ ആരാ സപ്പോർട്ട് തരുന്നത്? അപ്പം ഗ്ലൂക്കോഗൺ ഹോർമോൺ ഉണ്ടെങ്കിൽ ഈ സപ്പോർട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഗ്ലൂക്കോഗൺ ഹോർമോൺ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ഈ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ ഈ ബോത്ത് ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് കറക്റ്റ് ആയിരിക്കും, അതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിരിക്കും, സിന്തസിസ് അതിന്റെ റിലീസ് കറക്റ്റ് ആയിരിക്കും, ഗ്ലൂക്കോഗൺ, ഇൻസുലിൻ. ഓക്കെ. അത് മാത്രമല്ല എല്ലാ ഓർഗൻസ്, വേറെ എന്തുവാ, കിഡ്നി, അതിന്റെ കിഡ്നി ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ആകും. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്തുവാ? ഫിൽട്രേഷൻ. ആവശ്യമുള്ളത് ഫിൽട്രേഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്തോ വിചാരിക്കുന്നത്, ആവശ്യമില്ലാത്തത് വെളിയിൽ വിടണം അല്ലേ? ആ ആവശ്യമുള്ളത് കിഡ്നി ഫംഗ്ഷൻ പോയി എന്തോ ആവശ്യമില്ലാത്തത് പോകുന്ന മാത്രമല്ല, ആവശ്യമുള്ള സബ്സ്റ്റൻസിനും പുറത്ത് ഫിൽട്ടർ ചെയ്ത് വെളിയിൽ വിടും. അത് ഡേഞ്ചറസ് ആണ്. ഇപ്പൊ നമുക്ക് പ്രോട്ടീൻ വേണം, പ്രോട്ടീനൊക്കെ വെളിയിൽ പോയിക്കൊണ്ടിരുന്ന എന്തോ ആയി, ബോഡി വീക്ക് ആവും. ഓക്കെ. അപ്പം അതിന്റെ ഗ്ലോമർലെസ്. ഓക്കെ. അതാ ഇൻസുലിന്റെ ഈ മെയിൻ ബേസിക് ഫംഗ്ഷണൽ യൂണിറ്റ്, കിഡ്നിയുടെ ഫംഗ്ഷണൽ യൂണിറ്റ് ആ ഗ്ലോമർലെസ്. അപ്പൊ അതിന്റെ ഫിൽട്രേഷൻ റേറ്റ്, അതിന്റെ ഫിൽട്രേഷൻ മെക്കാനിസം അതൊക്കെ കറക്റ്റ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ. ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്തോന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഫംഗ്ഷൻസ് കുറെ ആൾക്കാർക്ക് ഫുഡ് മാത്രമല്ല, സം ഡ്രഗ്സ്, ചില മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് കിഡ്നി ഫംഗ്ഷൻസ് നഷ്ടപ്പെടും. ഓക്കെ. ചില സം ഫുഡ്സ് വിൽ അഫക്ട് ദ കിഡ്നി. ഇപ്പൊ ഓവർ പ്രോട്ടീൻ, ഹൈ റെഡ് മീറ്റ് എടുത്തെന്ന് വെച്ചോ, കിഡ്നി പോകും. ഓക്കെ. സോ ഇലക്ട്രോണിക്സ് എടുത്ത് യു വിൽ കിഡ്നി ഫംഗ്ഷൻ, നഷ്ടപ്പെട്ട ഫംഗ്ഷൻസ് ഓക്കെ ഇറ്റ് വിൽ റെസ്റ്റോർ. ഓക്കെ. തിരിച്ചു കിട്ടും നമുക്ക്. കിഡ്നി ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ആകും. അടുത്തത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇല്ലേ? ഫീമെയിൽ ആകട്ടെ, ഫീമെയിൽ ആണെങ്കിൽ യൂട്രസ്, അവരുടെ എന്താ പറയുക, എഗ് പ്രൊഡക്ഷൻ കറക്റ്റ് ആയിരിക്കും, മെൻസ്ട്രുവൽ സൈക്കിൾ കറക്റ്റ് ആയിരിക്കും, PCOD സിസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിക്കോളും, ഫൈബ്രോയിഡ് വരാതെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ. നിങ്ങൾ എലിക്സർ മിക്സ് നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും പ്രോഡക്റ്റ് കൊടുക്കണം. ഓക്കെ. അവർക്ക് നാളെ അസുഖം വരട്ടെ എന്നിട്ട് കൊടുക്കാനല്ല. അവരിപ്പോ ഹെൽത്തിയാ ഉണ്ടെങ്കിലും ഇപ്പോഴേ യു ഹാവ് ടു സ്റ്റാർട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വൈഫിന് ഒരു 45 years ആയെന്ന് വെച്ചോ, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂസ് എടുത്താൽ they can prevent menopause. they can postpone the menopause. കാരണം ഫീമെയിൽസ് വേഗം മെനോപാസ് ആയി അവർ ബോഡി വീക്ക് ആകും. ഓക്കെ. അവരുടെ ബയോളജിക്കൽ ഏജ് കൂടും. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ. ഓക്കെ. അവരുടെ ബോൺ ഹെൽത്ത് സൂപ്പർ ആയിരിക്കും. അപ്പോൾ മെനോപാസിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യും. ഓക്കെ. ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല, ഇപ്പൊ ജെൻസ് ആണെങ്കിൽ എറക്ഷൻ ആകട്ടെ, പ്രിമച്വർ ജാക്കുലേഷൻ, സ്പേം കൗണ്ട്, സ്പേമിന്റെ വിസ്കോസിറ്റി എല്ലാം ഇമ്പ്രൂവ് ആയിക്കോളും. ഓക്കെ. യു കൻ ഹാവ് എ പ്രോപ്പർ സെക്ഷൽ ലൈഫ്, യു വിൽ ഹാവ് എ പ്രോപ്പർ സെക്ഷൽ ലൈഫ്. ഓക്കെ. അത് ഇന്റിമസി ആയിരിക്കും, നല്ല അൾട്ടിമേറ്റ് ലൈഫ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ. അതുമല്ല അത് കംപ്ലീറ്റ് സർക്കുലേഷൻ, ബോൺ, സ്കിൻ എല്ലാം ഇമ്പ്രൂവ് ആയിരിക്കും. ഓക്കെ. യു കൻ ലീഡ് എ പെർഫെക്റ്റ് ഹെൽത്തി ലൈഫ്. ആ എലിക്സർ മിക്സ് അതിന്റെ അഷുറൻസ് തരും. യു ഹാവ് ടു ഇഫ് യു ടേക്ക് റെഗുലർലി. ഓക്കെ. റൈറ്റ്. ഇപ്പൊ ഇത് നമുക്ക് വണ്ടർഫുൾ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ. കേരളത്തിൽ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ കേരള.
ഓക്കെ. നമുക്ക് ഇന്ത്യൻ റൂൾസിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ.